you, Holy Spirit. Thank you for your wonderful presence. Thank you for your wonderful presence. Thank you for your wonderful presence, Holy Spirit. Father, we thank you for this climate that is open here. We thank you for this presence that is being in this place, Abba. Thank you, Father. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you for your presence. Thank you for your presence, Abba.
കമണല്ല ശബ്ദം ഉയർത്തി. We welcome you. Sing a new song. നമ്മെ തന്നെ മറന്ന സ്വർഗീയമായ ശബ്ദത്തോട് ഇഴുകിച്ചേർന്ന് ശബ്ദമുയർത്താൻ കഴിയുന്നവർ ശബ്ദമുയർത്തി കർത്താവിനോട് my dada, how beautiful you are. ഒരു ഉത്തമ ഗീതം പോലെ ഈ ഹോളിനകത്ത് എല്ലാവരുടെ ശബ്ദം ഉയരട്ടെ. Come on, make it. എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീ പൂ പോലെ മൃദുലം. എനിക്കൊരു ഉത്തമഗീതം, എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീ പൂ പോലെ മൃദുലം. Yes, Dada. എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീ പൂ പോലെ നമ്മുടെ ആവശ്യങ്ങളും ചോദ്യങ്ങളും എല്ലാം മറന്ന് നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ ആർക്കും അറിയില്ലായിരിക്കും. നാം ഫേസ് ചെയ്യുന്ന, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, നാം കടക്കേണ്ട കടമ്പകൾ ചിലപ്പോൾ ആർക്കും അറിയില്ലായിരിക്കും. പക്ഷേ ഫീൽ ചെയ്യുന്നത് സോളാണ്. ആത്മാവിൽ അറിയാൻ കഴിയും, കാണാൻ കഴിയും. നോയിങ് ആണ് സ്പിരിറ്റിനകത്തുള്ളത്. ഒരു ഫീലിങ്ങിനേക്കാൾ അപ്പുറം കർത്താവിനെ കണ്ടുകൊണ്ട് എല്ലാ ഹൃദയം തുറന്ന് എല്ലാം മറന്നേ, നമ്മുടെ നാളുകൾ മറന്ന്, നമ്മുടെ ചിന്തകൾ മറന്ന്, അടുത്ത മണിക്കൂറിലുള്ള ഞങ്ങളുടെ പ്ലാനുകൾ മറന്ന് എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോ
ഉത്തമഗീതം, എനിക്കൊരു ഉത്തമഗീതം എന്റെ പ്രിയനോട് പാടുവാൻ, എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി. ഇന്ന് കർത്താവിന് എന്തെങ്കിലും പ്രാപിക്കുന്നതിനേക്കാൾ ആദ്യമായി കർത്താവിനോട് പറയണം, എനിക്ക് ചിലത് കർത്താവിന് കൊടുക്കാനുണ്ട്. പൊന്നുപോലെ ഞങ്ങളെ നോക്കി ജനിച്ച ദിവസം മുതൽ ഇതുവരെയും തോറ്റുപോകേണ്ട സാധനത്ത് തോറ്റുപോകാതെ കർത്താവ് ഞങ്ങളെ ആ സ്ഥാനങ്ങളിൽ ഉറപ്പിച്ചു നിർത്തി. വീണുപോകേണ്ട സ്ഥലങ്ങളിൽ, ജീവിതം അവസാനിച്ചു പോകേണ്ട ഘട്ടങ്ങളിൽ പോലും ആ യേശുവിനോട് എനിക്ക് ചിലത് പറയാനുണ്ട്, ആ യേശുവിന് എനിക്ക് ചിലത് കൊടുക്കാനുണ്ട്. എല്ലാ ശബ്ദവും ഉയർത്തി പറഞ്ഞേ, എനിക്കൊരു പ്രിയനോട് പാടുവാനും, എന്റെ യേശുവിനായി ഗീതം പനിനീർ പൂ പോലെ, എനിക്കൊരു ഉത്തമഗീതം, എനിക്കൊരു ഉത്തമഗീതം എന്റെ പ്രിയനോട് പാടുവാനും, യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ. ആരാധനയുടെ അന്തരീക്ഷത്തിൽ നമ്മെ തന്നെ മറക്കണം. ഭാര്യയെന്നോ ഭർത്താവെന്നോ ഇല്ലാതെ, മക്കളെന്നില്ലാതെ ഉദ്യോഗങ്ങൾ മറക്കണം, ജോലി മറക്കണം, മറ്റെല്ലാം മറന്ന് കർത്താവിന്റെ മുമ്പിൽ നല്ല മണവാട്ടിയെ പോലെ എന്റെ യേശുവിനായി എഴുതി. I love you Lord, I love you, I love you. ഞങ്ങളങ്ങ് സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങ് സ്നേഹിക്കുന്നു. എനിക്കൊരു ഉത്തമഗീതം, എനിക്കൊരു ഉത്തമഗീതം എന്റെ പ്രിയനോട് പാടുവാൻ, യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ പൂ. പാടാത്തൊരു കൂടെ യേശുവിനെ നോക്കി പാടാം, എനിക്കൊരു ഉത്തമഗീതം, എനിക്കൊരു എനിക്കൊരു ഉത്തമഗീതം, എനിക്കൊരു ഉത്തമഗീതം എന്റെ പ്രിയനോട് പാടുവാനും. ഇന്ന് പകൽ ചിലരുടെ മുമ്പിൽ നിന്നും റെഡ് ഫ്ലാഗുകൾ മാറുന്ന, റെസ്ട്രിക്ഷനുകൾ മാറുന്ന പകലാകട്ടെ, ഓൾട്ടറുകൾ റീബിൽഡ് ആകുന്ന പകലാകട്ടെ, പാറ്റേണുകൾ റീക്രിയേറ്റ് ചെയ്യുന്ന പകലാകട്ടെ. അപ്പാ എന്റെ പ്രിയനോട്, എന്റെ യേശുവിനായി എഴുതിയ ഗീതം, ഒരു പനിനീർ പൂ പോലെ. ദൈവത്തെ കുറ്റപ്പെടുത്താത്ത, നമ്മുടെ അറിവില്ലായ്മയാണ് പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഞാൻ ഇത്രയും ചെയ്ത് കിട്ടും, എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു? അറിവില്ലായ്മയിലാണ് പലപ്പോഴും ദൈവത്തെ നാം കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ അതെല്ലാം മറന്ന്, കർത്താവേ ഞങ്ങൾ എന്താകണമെന്നും എവിടെയാകണമെന്നും അങ്ങേക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ അങ്ങ് സ്നേഹിക്കുന്നു. യു ആർ വണ്ടർഫുൾ, യു ആർ വണ്ടർഫുൾ. എൻ്റെ പ്രിയനെ, എൻ്റെ കാന്തനെ, അപ്പാ വി ലവ് യു. ഞങ്ങൾ അങ്ങ് സ്നേഹിക്കുന്നു. അടുത്തിരിക്കുന്ന ആളെയൊക്കെ മറന്ന്, ആരാധന അന്തരീക്ഷം ഇതെല്ലാം മറന്ന്, വാട്ടവും ചുളുക്കവും ഇല്ലാത്ത മണവാട്ടിയെ പോലെ
Make it yourself. Say ra 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 ra. Say ra 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 ra. Oh ra 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 ra. Say ra 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 ra. Say ra 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 ra. Say ra ra ra. Say ra 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 ra. Say ra ra. പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥനകളായി തലമുറയായി അപ്പനെ പോലെ മകൻ, അമ്മയെ പോലെ മകൾ, ഇങ്ങനെ ലോകം കാണുന്നതല്ലാതെ ഹെവൻലി സിസ്റ്റത്തിനകത്തുള്ള പാറ്റേണുകൾ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ന് പകൽ. ഓൾട്ടറുകൾ നിലച്ചു പോകാതെ, തീ അവസാനിച്ചു പോകാതെ, ഓൾട്ടറുകൾ മരിച്ചു പോകാതെ പുതിയ പാറ്റേണെ ക്രിയേറ്റ് ചെയ്യാം. കഴിഞ്ഞ തലമുറ വരെ നിന്റെ കുടുംബത്തിന്റെ മേൽ കിടന്ന ദുർവ്യാഖ്യാനിക്കപ്പെട്ട ഓൾട്ടറുകൾ പൊളിഞ്ഞു പോകട്ടെ. ദുരുപയോഗം ചെയ്യപ്പെട്ട ഓൾട്ടറുകൾ പൊളിഞ്ഞു പോകട്ടെ. You can make it yourself now. ഇന്ന് പകൽ നാണക്കേടുകൾ മാറ്റിവെച്ച് ഈ അന്തരീക്ഷത്തെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടേതാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കണമെന്ന് ഇവിടെ ഒരു നിർബന്ധവുമില്ല. ചുമരിനോട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഈ അന്തരീക്ഷം ഉപയോഗിക്കണം. പാറ്റേണുകൾ റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഹെവൻലി സിസ്റ്റത്തിനകത്ത് കിടക്കുന്ന നാറ്റം വമിക്കുന്ന ഓൾട്ടറുകൾ പൊളിഞ്ഞുപോയി. ജഡത്തിന്റെ ദുർഗന്ധമുണ്ടാകുന്ന ഓൾട്ടറുകൾ പൊളിഞ്ഞുപോയി. തീ കത്താത്ത ഓൾട്ടറുകളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു. പക്ഷെ തീ കത്തുന്ന പുതിയ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന ജനറേഷനിലേക്ക് പോകുന്നത്. Come on, make it. ഇത് സംഭവിക്കും. ഓൾട്ടറുകൾ പുതുക്കി പണിയാൻ കഴിയും. ഓൾട്ടറുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പാറ്റേണുകൾ ഉണ്ടാക്കാൻ കഴിയും. എന്തുകൊണ്ട് കർത്താവ് ഇത് സംഭവിക്കുന്നത്? നിന്റെ കുഴപ്പമല്ല. പിൻതലമുറക്കാരായി നിന്റെ കുടുംബത്തിന്റെ ഓൾട്ടർ ദുർഗന്ധം വമിക്കുന്നതാണ്. സ്റ്റിങ് ഉണ്ടാകുന്ന നാറ്റം വമിക്കുന്നതാണ്. പക്ഷെ ഇന്ന് പകൽ ഓൾട്ടറിനെ തീ പിടിക്കുന്ന ഓൾട്ടറാക്കി മാറ്റാൻ പറ്റും. ഓ റബബബ സിഖോതി ബ്രിയാന്തലബ Make it yourself. പാറ്റേണുകൾ റീക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ. ജനറേഷനെ തൊടുന്നത് ഇന്ന് പകൽ തുറക്കാൻ കഴിയും. Oh wonderful, wonderful Lord. Searara, 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 learara, searara. സ്വർഗത്തിലെ ധൂപപീഠം പോലാകട്ടെ പ്രാർത്ഥനകൾ. സ്വർഗത്തിലെ ശബ്ദമായി പരിശ്രമിച്ചത് നടക്കാത്തത്, എത്ര ശ്രമിച്ചിട്ടും നടക്കാത്തത് ഈ ആഴ്ചയിൽ സാധ്യമാകാൻ ഒറ്റ കൈയേ ഉള്ളൂ. ഓൾട്ടറുകൾ റീബിൽഡ് ചെയ്യപ്പെടുകയാണ്. Make it yourself. നിങ്ങളെ തന്നെ മറന്ന്, നിങ്ങൾ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ജനക്കൂട്ടത്തിന്റെ നടുവിൽ ഉയർന്നു നിന്ന ശബ്ദം പോലെ ഇന്ന് അദൃശ്യ ലോകത്തിനകത്ത് നാറ്റം വമിപ്പിക്കുന്ന കുടുംബ ഓൾട്ടറുകൾ പൊളിഞ്ഞു പോയിട്ട് നിലനിൽക്കുന്നതും അദൃശ്യകാലത്തിൽ ഉളവായതും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ നമ്മുടെ മേലുള്ള റിയൽ ഓൾട്ടറിൽ തീ കെട്ടുപോകാതെ, ചത്തുപോകാതെ,
അവസാനിച്ചു പോകാതെ. Come on, make it yourself. നിങ്ങളുടെ ശബ്ദം സൗരഭ്യവാസന പോലെ ഉയരട്ടെ. അൻസീൻ നിലത്തിനകത്ത് നിങ്ങളുടെ ശബ്ദം സൗരഭ്യവാസന പോലെ ഉയരട്ടെ. നിന്റെ നിലവിളിയുടെ ശബ്ദമാണെങ്കിൽ അങ്ങനെ, ഉച്ചനാദമാണെങ്കിൽ അങ്ങനെ. മരണത്തിന്റെ ഓൾട്ടർ അല്ല, ലൈഫിന്റെ ഓൾട്ടർ. കുരുതികളുടെ ഓൾട്ടർ അല്ല, ലൈഫിന്റെ ഓൾട്ടർ. എല്ലാ അബോർഷൻ സ്പിരിറ്റുകളും, വന്ധ്യതയുടെ ആത്മാവുകൾ ഇന്നത്തെ ഓൾട്ടർ റീക്രിയേറ്റ് ആകുമ്പോൾ നിന്റെ ഫ്യൂച്ചറിനെ ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയില്ല. I am prophesying to someone here. Yeshua, Yeshua. നീ മണവാളന് പറ്റിയ മണവാട്ടിയായിട്ടാണ് നിർമ്മിക്കപ്പെട്ടത്. ക്രിയേറ്റഡ്, നീ ക്രിയേറ്റഡ് ആയത്, ഉരുവായത് യേശു എന്ന മണവാളന് പറ്റിയ മണവാട്ടിയായിട്ടാണ്, തേജസ്കരിക്കപ്പെട്ട മണവാട്ടിയായിട്ടാണ്. You are blameless, you are spotless. There is no wrinkle in your. നിന്റെ അകത്ത് ചുളുക്കങ്ങളില്ല. ഓൾട്ടറുകൾ മാറുമ്പോൾ പുതുക്കപ്പെടുകയാണ്. അബ്രഹാമിനെ പോലെയാണ് ഇസഹാക്ക്, ഇസഹാക്കിനെ പോലെയാണ് യാക്കോബ്, റേച്ചലിനെ പോലെയാണ്, റാഹേലിനെ പോലെ അനുഗ്രഹിക്കട്ടെ എന്ന പാറ്റേണുകൾ ഉണ്ടായതുപോലെ the real ഓൾട്ടറുകൾ. Come on, make it, yeah. മിസ് ചെയ്ത സമയം, something unusual today. ഇന്ന് പകൽ ചിലത് സംഭവിക്കുകയാണ് അസാധാരണമായി. എല്ലാ ഞായറാഴ്ചയും പോലെ ഇരിക്കരുത്. ഇതിനകത്ത് വെറുതെ ആരും കയറിയിട്ടില്ല. ഓൾട്ടറുകൾ റീബിൽഡ് ആകുകയാണ്, ഓൾട്ടറുകൾ റീബിൽഡ് ആകുകയാണ്. No more sting, no more sting. The fragrance is rising from my altar. Fragrance is rising from my altar. The fire is burning and burning, burning again. എന്റെ ഓൾട്ടർ, എന്റെ ജനറേഷൻ ഞാൻ റീബിൽഡ് ചെയ്യുന്നു. എന്റെ ജനറേഷണൽ ഓൾട്ടറിനെ കഴിഞ്ഞ തലമുറക്കാർ അറിവില്ലായ്മയിൽ നശിപ്പിച്ചു കളഞ്ഞതിനെ, കുരുതികളിലൂടെയും രക്തച്ചൊരിച്ചിലൂടെയും പൊളിച്ചു കളഞ്ഞതിനെ ആത്മതലത്തിൽ ഞാൻ ആർക്കും നശിപ്പിക്കാത്തതുപോലെ ഇന്ന് പകൽ റീക്രിയേറ്റ് ചെയ്യുകയാണ്, റീക്രിയേറ്റ് ചെയ്യുകയാണ്, റീബിൽഡ് ചെയ്യുകയാണ്. ചിലരുടെ നിലവിളി ശബ്ദം സ്വർഗത്തിലെത്തട്ടെ. ചിലരുടെ ഹൃദയത്തിന്റെ ശബ്ദം ദാരിദ്ര്യങ്ങൾ പൊട്ടുകയാണ്, ശാപങ്ങൾ പൊട്ടുകയാണ്. Make it an altar. There is beauty. അതിനകത്ത് സൗന്ദര്യമുണ്ട്, കുടുംബജീവിതത്തിന്റെ സൗന്ദര്യമുണ്ട്, ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. There is no more powerful blood sacrifices. രക്തക്കുരുതികൾക്ക് എന്റെ ലൈഫ് ലൈനകത്ത് ഇനി പ്രാധാന്യമില്ല. ഞങ്ങളുടെ ബ്ലഡ് ലൈൻ യേശുവിന്റെ രക്തത്താൽ ശുദ്ധമാണ്. ആത്മാവ് നയിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം, പാടുന്നവർക്ക് പാടാം. പക്ഷേ ഇന്ന് ഐ ആം ഷുവർ ചിലരുടെ ശബ്ദം ഇന്ന് ഉയരങ്ങളിൽ എത്താൻ പോവുകയാണ്. ചിലരുടെ നിലവിളി ശബ്ദങ്ങൾ ഇത് ഉയരങ്ങളിൽ എത്താൻ പോവുകയാണ്.
ചിലരുടെ പ്രാർത്ഥനാ ശബ്ദം ധൂപപീഠം ഉയരുന്നത് പോലെ ഉയരുകയാണ്. There is none like my Lord. നിങ്ങൾക്ക് കുടുംബമായി പ്രാർത്ഥിക്കണമെന്ന് തോന്നുമെങ്കിൽ പ്രാർത്ഥിച്ചു, മുട്ടുമേൽ നിൽക്കണം തോന്നുമെങ്കിൽ മുട്ടുമേലിരുന്ന്, നടന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നടന്ന്. സംതിങ് അൺയൂഷ്വൽ ടുഡേ. കുടുംബമായ ഓൾട്ടറുകൾ റീബിൽഡ് ആകുന്നു, പാറ്റേണുകൾ റീക്രിയേറ്റ് ആകുന്നു. There is something glorious today. എന്തുകൊണ്ട് നിന്റെ ശരീരത്തിനകത്ത് രോഗം? എന്തുകൊണ്ട് നിന്റെ ഫ്യൂച്ചർ ക്ലിയർ ആകുന്നില്ല? രക്ഷിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് പലതും സംഭവിക്കുന്നില്ല? ആത്മതലത്തിൽ നിന്റെ ഓൾട്ടർ പൊളിഞ്ഞു കിടക്കുകയാണ്. വേണ്ടാത്ത രക്തം ആ ഓൾട്ടറിനെ പൊളിച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്ന് യേശുവിന്റെ രക്തം, പുണ്യാഹ രക്തം, നമുക്ക് വേണ്ടി ആകാശത്തൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ മാനവജാതിക്ക് വേണ്ടി ഒരിക്കലായി തന്റെ രക്തത്തെ തളിച്ചുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് ആ കൃപാപീഠത്തിൽ സ്വാതന്ത്ര്യത്തോടെ കടന്നു കയറാൻ അനുവാദം തന്ന് make it, yeah. Come on. പുതുതായിട്ട് വന്നവരാണ് ഇതിനകത്തുള്ളത്. ആരും ഇതിനകത്ത് കാഴ്ചക്കാരായിട്ട് നിൽക്കരുത്. ഇത് സമയം നിങ്ങളുടേതാണ്, വെരി പേഴ്സണൽ. ഈ സമയം നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റില്ല. ഈ സമയം നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾക്ക് നൽകാൻ പറ്റില്ല. ഇത് പേഴ്സണൽ ആണ്, വെരി പേഴ്സണൽ. ഓൾട്ടറുകൾ റീബിൽഡ് ആകട്ടെ. Make it. By the blood of Yeshua, through the blood of Yeshua, by the blood of Yeshua, through the blood of Yeshua. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് എന്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ? ഇതിനെല്ലാം ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. ഓൾട്ടറുകൾ റീബിൽഡ് ആകട്ടെ, പാറ്റേണുകൾ റീക്രിയേറ്റ് ചെയ്യട്ടെ. Raise your voice, come on. Every children in this room, come on. Recreating the altar, rebuilding the altar now. My altar never die. My altar never die. There is no power can stop my altar. Come on. Shabdamuyati, Abba. Tate, da da. Use it, make it yourself.
ഈ സമയത്തെ ഉപയോഗിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. നൂറ്റാണ്ടുകൾ തലമുറകളായി പൊളിഞ്ഞുപോയ ഓൾട്ടറിനെ ജനറേഷനിലായിട്ട് തിരിച്ചു പിടിക്കുകയാണ്. നോ, കം ഓൺ. എന്റെ പിന്തലമുറക്കാർ ചിലപ്പോൾ തോറ്റുപോയാലും ഞങ്ങൾ തോറ്റുപോകില്ല. ദീർഘായുസ് ഇതിനകത്തുണ്ട്, സമൃദ്ധി ഇതിനകത്തുണ്ട്, ബെറ്റർ ഫാമിലി ലൈഫ് ഇതിനകത്തുണ്ട്. വാഴാൻ വിളിക്കപ്പെട്ടവർ ഉഴന്ന് നടക്കേണ്ടതല്ല, വാഴാൻ വിളിക്കപ്പെട്ടവർ ഇഴഞ്ഞു നടക്കേണ്ടതല്ല. Come on, make it yourself. Make it yourself. Beautiful version of your ministry is there. The beautiful version of your family life is there. Come on, make it yourself. Recreate the altar now. Yeah, 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 yeah. ഇതിനു വേണ്ടി മാത്രമാണ് ഇന്ന് പകൽ ചെല്ലയില്ലാത്ത കഴിഞ്ഞത്. എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്തതിനെ ഇന്ന് പകൽ റീബിൽഡിനെ ഹോള് വിട്ട് പുറത്തിറങ്ങാം. ഇതിനു വേണ്ടി മാത്രമാണ് ചെല്ലയില്ലാത്ത കഴിഞ്ഞത്. റീബിൽഡിംഗ് ദി ഓൾട്ടർ, റീബിൽഡിംഗ് ദി ഓൾട്ടർ. Rebuilding the altar now. Everyone in this room, come on. എല്ലാവരും മീഡിയ നിൽക്കുന്നവർ, ശുശ്രൂഷകന്മാർ, സഹോദരങ്ങൾ, it is so precious. പിന്തലമുറക്കാൻ നശിപ്പിച്ചു കളഞ്ഞ ഓൾട്ടറിനെ കൃത്യമായതിലേക്ക് ഇന്ന് നിനക്ക് റീബിൽഡ് ചെയ്യാം. യഥാർത്ഥമായതിലേക്ക് ഇന്ന് പുനഃസ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാം. You can rebuild. Altar. മരണഗന്ധങ്ങൾ ഇല്ലാത്ത ജീവൻ തുടിക്കുന്ന തീ കത്തുന്ന ഓൾട്ടറായി മാറണേ. Fire, fire in the altar. Fire, fire, fire in the altar.
Somebody shout fire in my altar. Fire in my altar. ചത്ത ആൾട്ടറുകൾ ജീവൻ പ്രാപിക്കട്ടെ. Fire in my altar. Fire in my altar. Fire in my altar. Fire in my altar. Hey, fire in my altar. Hey, fire in my altar. Fire in my altar. Fire in my altar. Fire in my altar. There is fire in my altar. Hey, fire in my altar. Krotorobo. Shetelebelele. Oh, yadalebelele. Hey, ayataleboro. Shetelebelele. Hey, lalabayatoro. Esaniyatalagariyatalele. Oh, ladiyatalegariya. പിൻതലമുറക്കാർ ലോകത്തിലെ മറ്റു ദേവന്മാരുടെ മുമ്പിൽ ഫാമിലിയെ സമർപ്പിച്ചതെല്ലാം പൊളിഞ്ഞ് ജീവനുള്ള തീ പിടിക്കുന്ന ആൾട്ടറായി മാറുന്നു. There is fire in my altar. There is fire, fire in my altar. There is fire in my altar. Oh, sekotono dobro severiate. Seleriatono loro sekeneriate lalariate. Letariatono loro severiate lalariate. Oh, ala seriate lalara. കേടുപാടുകൾ തീർക്കുന്ന, കുറവുകൾ തീർക്കുന്ന, ബലഹീനതകളെ മാറ്റുന്ന. Come on. Satana. There is fire in my altar. Ta 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 ta. Come on everyone in this room. Declare there is fire in my altar. എന്റെ ഓൾട്ടർ ഇനി നശിച്ചു പോകാൻ ഞാൻ അനുവദിക്കില്ല. ഇനി എന്റെ ലോയിൻസിൽ നിന്ന് തലമുറകൾ ഉണ്ടായാലും 10,000 generations കഴിഞ്ഞാലും we will not allow to collapse our altar. പുരാതനമായതും നിത്യമായ അദൃശ്യ ലോകത്തിൽ നിൽക്കുന്ന ആൾട്ടറുകൾ പിൻതലമുറക്കാരുടെ അറിവില്ലാതെ മറ്റ് ദേവന്മാരുടെ മുമ്പിൽ കുരുതി കൊടുത്തതും ജനത്തെ ഫാമിലി ലൈൻ മുഴുവൻ സമർപ്പിച്ചതെല്ലാം ഈ മണിക്കൂറിൽ പൊളിഞ്ഞു പോവുകയാണ്. ഇനി ദുർഗന്ധം വമിക്കുന്ന ആൾട്ടർ അല്ല എന്റെ ആൾട്ടർ. ജീവയാഗം നടക്കുന്ന ആൾട്ടറാകട്ടെ എന്റെ ആൾട്ടർ. യേശുവിന്റെ രക്തത്താൽ എന്റെ ആൾട്ടർ ഇന്ന് ശുദ്ധീകരിക്കപ്പെടുകയാണ്. Come on, loudly sing, hey, hey. Somebody receive healing now. ശരീരത്തിനകത്ത് DNA-ക്കകത്ത് സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു. ഹീലിംഗ് ഉണ്ടാകുന്നു. ഹീലിംഗ് ഉണ്ടാകുന്നു. There is fire in my altar. There is fire in my altar. There is fire. ചിലരുടെ ശബ്ദം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രോട്ടോകോളുകൾ ചേഞ്ച് ആകുന്നു. പ്രോട്ടോകോളുകൾ ചേഞ്ച് ആകുന്നു. എല്ലാ പൈതൻ സ്പിരിറ്റും അവസാനിക്കുകയാണ്. എല്ലാ പൈതൻ സ്പിരിറ്റും right now, right now, right now. La 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 la
സമയം ആരും നഷ്ടമാക്കരുത്. Make it louder. എത്രത്തോളം ശബ്ദമുയർത്താൻ കഴിയുന്നു ശബ്ദമുയർത്തി. Make it louder. Oh my God, my God, my God. My God, my God, my God, my God. Oh. Yeah, yeah. ചിലരുടെ മുൻപിൽ പ്രാവചനിക ലോകം തുറക്കുകയാണ്. പ്രോഫറ്റിക് വേൾഡ് തുറക്കുകയാണ്. ഹയർ ഡൈമെൻഷനുകൾ തുറക്കുകയാണ്. Wisdom, God, I need wisdom. Responding now, right now, in the name of Yeshua, right now, right now, right now, right now. Hey, 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 hey. Fire in my altar. There is fire in my altar. There is fire in my altar. Intimacy, deeper prayer life, the word of knowledge, word of wisdom, the spirit of revelation. Deeper, deeper. Fire in my altar. There is fire in my altar. Altarകൾ rebuild ആകട്ടെ. 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 പാറ്റേണുകൾ ചേഞ്ച് ആകട്ടെ. സൈക്കിളുകൾ ചേഞ്ച് ആകട്ടെ. സാന്റോനോ മാതായാതെ. സെനനാതനായ നായാലാദാദാരേ. Fire
ശുശ്രൂഷയുടെ സൗന്ദര്യം, കുടുംബജീവിതത്തിന്റെ സൗന്ദര്യം, ഡെസ്റ്റിനിയുടെ ബ്യൂട്ടി, ദ പെർഫെക്റ്റ്നെസ്, ഇതെല്ലാം ഓൾട്ടറിനകത്തുണ്ട്. Kadosh, 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 oh, Kadosh, 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 holy, 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 He is holy. Kadosh, 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 Kadosh. It's the Lamb of God. It's the Lamb of God who sits upon the throne. He alone is worthy. He alone is worthy of our praise. It's the Lamb of God. It's the Lamb of God who sits upon. He alone is worthy. Kadosh, 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 it's the Lamb of God. It's the Lamb of God who sits upon. He alone is worthy, Dada. He alone is the Lamb of God. He's the Lamb of God who sits upon the throne. He alone. Father, we thank you. We love you. We love you. We love you. ആൾട്ടറുകൾ റീബിൽഡ് ആകി. പാറ്റേണുകൾ ഹെവൻലി സിസ്റ്റം പാറ്റേണുകളാണ്. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞും നൂറ്റാണ്ടുകൾ കഴിഞ്ഞും ഹെവൻലി ഇടത്തിൽ പ്രവേശിക്കുന്നവർ ഒരേപോലെ കാണുന്നു, ഒരേ പാട്ടുകൾ കേൾക്കുന്നു, ഒരേ രീതിയിൽ ചലിക്കുന്നു, ഒരേ ദിക്കുകൾ കാണുന്നു. പാറ്റേണുകളാണ്. നമ്മുടെ പിൻതലമുറക്കാർ ചിലപ്പോൾ ആ ദൈവിക പാറ്റേണെ നശിപ്പിച്ചേക്കാം, അറിവില്ലായ്മയാണ്. പക്ഷെ ഇത് ദൈവം നമുക്ക് തന്ന സമയമാണ്. പ്രവചിച്ച് പറഞ്ഞ there is fire in my altar. എൻ്റെ യാഗപീഠത്തിന്റെ മേൽ തീയുണ്ട്. വരണ്ടു പോകാൻ ഞാൻ അനുവദിക്കില്ല, നിന്നു പോകാൻ ഞാൻ അനുവദിക്കില്ല. ബ്യൂട്ടിനെസ് കിടക്കുന്നത് ഈ ഓൾട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെയും ഫാമിലി ലൈഫിൻ്റെയും ശുശ്രൂഷയുടെയും നാം എന്ത് ചെയ്താലും അതിൻ്റെ ഏറ്റവും ബ്യൂട്ടി കിടക്കുന്നത് സ്വർഗത്തിനകത്തെ ഓൾട്ടറിൽ നിന്ന് ഉയരുന്ന ക്രിയയുമായി ബന്ധപ്പെട്ടായിരിക്കും എന്താണ് ഭൂമിയിൽ മാനിഫെസ്റ്റഡ് ആകുന്നത്. ഫ്യൂച്ചർ ബിലോങ് ടു സ്പിരിറ്റ്. ഭാവി ബന്ധപ്പെട്ടിരിക്കുന്നത് ആത്മാവുമായിട്ടാണ്. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞ ഫ്യൂച്ചർ ബിലോങ് ടു സ്പിരിറ്റ്. ഭാവി
ഭാവി ഇരിക്കുന്നത് സ്പിരിറ്റിനകത്താണ്. അതുകൊണ്ട് ഭാവി അന്വേഷിക്കാൻ മറ്റു ഉറവിടങ്ങളിൽ പോയിട്ടുള്ളവരുടെ ഓൾട്ടറുകൾ കൊളാപ്സ് ആയിട്ടുണ്ട്. ശുശ്രൂഷകന്മാർ 2 പേർ, യേശുവിൻ്റെ ശിഷ്യന്മാർ പോയപ്പോൾ ഒരു സ്ത്രീ പ്രവചിച്ചു പറഞ്ഞു, ഇത് അത്യുന്നതൻ്റെ പുത്രന്മാർ. ഇവർ നമുക്ക് രക്ഷാദൂത് പറയാൻ ഫ്യൂച്ചർ പറഞ്ഞത് കറക്റ്റാണ്. അവരാദ്യമേ ഒന്നും ശാസിച്ചില്ല. കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോഴാണ് മുഷിഞ്ഞ സ്ത്രീയെ നോക്കിയത്. ഡാർബി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട് ബൈബിളിൻ്റെ. അതിനകത്ത് കൊടുത്തിരിക്കുന്ന മറ്റേ ആത്മാവെന്നല്ല, പൈതൺ സ്പിരിറ്റിനാൽ അഫക്റ്റഡ് ആയ സ്ത്രീ. അതുകൊണ്ടാണ് ഭാവി നോക്കുന്നവർ പറയുന്നത് ഫ്യൂച്ചർ സ്പിരിറ്റ് വേൾഡായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യനും അറിയാവുന്നതല്ല എന്താണ് ഫ്യൂച്ചറിലേക്ക് പോകുന്നത്. നമ്മുടെ ആകാംക്ഷയും ഇതാണ്, നമുക്ക് ഇന്ന് എന്തുള്ളതെന്നല്ല, നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്ന അറിയണം. അൺഓതറൈസ്ഡ് ആയിട്ട് പ്രവേശിക്കപ്പെട്ടാൽ എന്നേക്കുമായി റിജക്റ്റഡ് ആകും. ഒരു രാജ്യത്തേക്ക് വിസ അടിക്കാതെ പ്രവേശിച്ചു പോയാൽ എന്നേക്കുമായിട്ട് എന്ത് ചെയ്യും? മാറിപ്പോകും. എന്നാൽ ഓതറൈസ്ഡ് എൻട്രി ഉണ്ട്. ഒരു രാജ്യത്തേക്ക് പോയാൽ ആ രാജ്യത്തിൻ്റെ എമിഗ്രേഷനിൽ ക്യൂ നിന്ന് വെയിറ്റ് ചെയ്ത് കയറി സീൽ ചെയ്ത് കയറി പോകുന്നതുണ്ട്. എന്നാലൊരു ഉയർന്ന ഒരു ആൾ വന്ന്, അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ഒരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടി റെഡ് കാർപ്പറ്റ് ഒരുങ്ങും. ഇതാണ് പ്രോട്ടോകോൾ ചേഞ്ച് ആകുന്നത്. ഇസ്രായേൽ മക്കൾ വാഴാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ 300 അല്ലെങ്കിൽ 400ഓളം വർഷം, 300+ years അവരുടെ പാറ്റേൺ ചേഞ്ചായി. വാഴേണ്ടവർ പാറ്റേൺ ചേഞ്ചായി എന്തായി? അടിമകളായി മാറി. 4 or 5 തലമുറകൾ അവരുടെ പാറ്റേൺ, ഒറിജിനൽ ഓൾട്ടറിനകത്ത് നിന്ന് അവരുടെ പാറ്റേൺ ചേഞ്ചായി. പക്ഷേ ഒരു രാത്രിയിൽ പല പ്രാവശ്യം ശ്രമിച്ചിട്ട് നടക്കാത്തത്, ഞങ്ങൾക്ക് ആരാധിക്കാൻ പോകണം പരിശ്രമിച്ചിട്ട് നടക്കാത്തത്, പെസഹ ആചരിച്ചപ്പോൾ പ്രോട്ടോകോൾ ചേഞ്ചായി. റെഡ് കാർപ്പറ്റ് വിരിച്ചു പോകുന്നത് പോലെ പോയി. ഇതാണ് ഓൾട്ടർ ചേഞ്ച് ആയാൽ സംഭവിക്കുന്നത്. ഇസ്രായേൽ അബ്രഹാം നിർമ്മിച്ച ഓൾട്ടർ, അവർ വാഴാൻ വേണ്ടിയുള്ള മക്കളാണ്, സകലത്തെയും കീഴടക്കാൻ വേണ്ടിയുള്ള മക്കളാണ്. പക്ഷേ 4-5 തലമുറകൾ വന്ന ഹെവൻലി സിസ്റ്റത്തിനകത്ത് പ്രോട്ടോകോൾ പാറ്റേൺസ് ചേഞ്ചായി. ഞങ്ങൾ അടിമകളാണ്, ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകാം, അന്നെന്നുള്ളത് കിട്ടിപ്പോകാം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരല്ല ദൈവമക്കൾ. ഉപജീവനത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, വാഴാൻ വിളിക്കപ്പെട്ടവരാണ്. അന്ന് പെസഹ നടന്ന ഓതറൈസ്ഡ് ആയിട്ട് പ്രവേശനം ലഭിച്ചതുപോലെ ഇന്ന് നാം ദൈവത്തിൻ്റെ മേശയിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ഓതറൈസ്ഡ് എൻട്രി കിട്ടാൻ പോവുകയാണ്. ഓൾട്ടർ പ്രവചിച്ച് പറഞ്ഞു, എൻ്റെ ഓൾട്ടറിന്റെ മേൽ തീയുണ്ട്. ഇന്ന് വെറുതെ ഉണ്ടാകുന്ന നിങ്ങളെ കൈയടിപ്പിക്കാനോ നിങ്ങളെ കൊണ്ട് പാടിപ്പിക്കാനോ പറയുന്ന കാര്യമല്ല. കഴിഞ്ഞ തലമുറകൾ നശിപ്പിച്ച ഓൾട്ടറിനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ ഇന്നൊരു അന്തരീക്ഷമുണ്ട്. കർത്താവ് അത് തുറന്നു തരികയാണ്. അതെങ്ങനെ പ്രവേശിക്കണമെന്ന് പറഞ്ഞാൽ, ചിലരുടെ വാക്കുകളായിരിക്കും പ്രവേശിക്കുന്നത്, ചിലരുടെ ശബ്ദമായിരിക്കും പോകുന്നത്, ചിലരുടെ നിലവിളി ശബ്ദമായിരിക്കും വരുന്നത്. നമുക്ക് ഓതറൈസ്ഡ് എൻട്രി ഉണ്ട്. പ്രോട്ടോകോൾ ചേഞ്ച് ആകും. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ കർത്താവ് അപ്പം എടുത്ത് പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. ഇറ്റ്സ് ഫോർ യു. ആദ്യ പാഠങ്ങൾക്ക് കീഴിലിരുന്ന ജനതയോട് പറയാണ്, ആദ്യ പാഠങ്ങളുടെ കീഴിലല്ല, നിങ്ങൾ എൻ്റെ മണവാട്ടിയാണ്. എൻ്റെ മണവാട്ടിക്ക് വേണ്ടിയുള്ള സകലതും ഞാൻ പൂർത്തീകരിക്കാൻ പോകുന്നു എന്നതാണ് യേശു പറഞ്ഞ അവസാനത്തെ വാക്ക്. അപ്പം എടുത്ത് പറഞ്ഞിങ്ങനെയാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. അവണ്ണം തന്നെ പാനപാത്രം എടുത്ത് പറഞ്ഞത്, ഇത് പുതിയ ഉടമ്പടിയുടെ രക്തമാണ്, ഞാനും നിങ്ങളുമായി ചെയ്യുന്ന പുതിയ കവനന്റ്. യഹൂദന്മാരുടെ എൻഗേജ്മെന്റ് സമയമാകുമ്പോൾ ഈ വരൻ പെൺകുട്ടിയെ കാണാൻ വീട്ടിൽ വരുമ്പോൾ
അവർ വീഞ്ഞു കൊണ്ടുവരും. വീഞ്ഞു കൊണ്ടുവന്ന് ഈ പെൺകുട്ടി വീഞ്ഞു കുടിച്ചാലാണ് വരനെ ഇഷ്ടപ്പെട്ടു, അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. നമ്മുടെ കൾച്ചറിൽ പോലെ ചായ കൊണ്ടുവന്ന് ചോദിക്കുന്നതല്ല യഹൂദന്മാരുടെ കൾച്ചർ. അപ്പോൾ വീട്ടിൽ കരുതി വെച്ചിരിക്കുന്ന, പാരമ്പര്യമായി അവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീഞ്ഞു കൊണ്ടുവരും. വീഞ്ഞു കൊണ്ടുവന്ന് ഒരു വീട്ടിൽ പെൺകുട്ടിയെ തൻ്റെ മകന് വേണ്ടി ആലോചിക്കാൻ പോകുമ്പോൾ ഈ വീഞ്ഞ് അവരുടെ മുമ്പിൽ വയ്ക്കും. ഈ പെൺകുട്ടി അതിൽ നിന്നും വീഞ്ഞെടുത്ത് കുടിക്കുമ്പോൾ മാത്രമാണ് ആ കവനന്റ് അക്സെപ്റ്റബിൾ ആകുന്നത്. അപ്പോഴാണ് മണവാളം പറയും, നമുക്ക് താമസിക്കാനുള്ള വീടൊരുക്കാൻ ഞാൻ പോവുകയാണ്, ആ വീടൊരുക്കിയതിന് ശേഷം ഞാൻ വന്നോടനെ നമുക്ക് വിവാഹം ഉണ്ടാകും. ഇതാണ് യഹൂദന്മാരുടെ കൾച്ചർ. ഇന്ന് നാം ഈ വീഞ്ഞ് കുടിക്കുമ്പോൾ, യേശുവിൻ്റെ രക്തമായി നാം ഇത് പാനം ചെയ്യുമ്പോൾ, നാം ദൈവിക ഉടമ്പടിക്ക് കൈ കൊടുക്കുകയാണ്. ഓതറൈസ്ഡ് എൻട്രി കിട്ടുകയാണ്. യാഗപീഠങ്ങളെ പണിയാൻ അദൃശ്യ ലോകത്തിലേക്ക് പോകാൻ കഴിയും. പുരോഹിതന്മാരായി മാറുന്ന ലേവ്യ പുരോഹിതന്മാർക്ക് ഓരോ ഘട്ടം കഴിയുമ്പോൾ അവരെ സ്നാനപ്പെടുത്തി അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, എന്നെനിക്ക് മഹാപുരോഹിതനായി മാറാൻ കഴിയും, എനിക്ക് ഒരിക്കലെങ്കിലും ജീവകാലത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ കഴിയുമോ? ഒറിജിനലായിട്ടുള്ളവർ. പണത്തിൻ്റെ പുറകെ പോയ ഒത്തിരി ആൾക്കാർ ആ തലമുറയിലുണ്ടായിരുന്നു. ദുർമോഹികളായി ദ്രവ്യാഗ്രഹികളായ പല പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ ജെന്യുവിൻ ഒറിജിനൽ പുരോഹിതൻ്റെ ആഗ്രഹം, എനിക്കൊരിക്കലെങ്കിലും ആ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ പറ്റുമോ, ഷെഖേന അനുഭവിക്കാൻ പറ്റുമോ? അഭയാർത്ഥികളെ പോലെ ഒരു രാജ്യത്തിൻ്റെ എമിഗ്രേഷനിൽ കാത്തു നിൽക്കുന്നത് പോലെയാണ് എല്ലാ പുരോഹിതന്മാരുടെയും കാത്തു നിൽപ്പ്. എന്നാൽ സ്വന്തം രക്തം കൊണ്ട് അദൃശ്യ ലോകത്തെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു പോയിട്ട് എൻ്റെ ബ്രൈഡിന് അവിടെ സ്വാഗതമുണ്ടെന്ന് പറഞ്ഞതാണ് ഈ ടേബിൾ. You have authorized entry. നിന്റെ പ്രോട്ടോകോൾ മാറിയിരിക്കുന്നു. എനിക്ക് ആരാധിക്കാൻ പോകണം, എൻ്റെ ജനത്തെ ആരാധിക്കാൻ പോകണം എന്ന് പറയുമ്പോൾ എമിഗ്രേഷനിൽ ചോദിക്കുന്ന പോലെ പല ചോദ്യങ്ങളും ചോദിക്കും. നീ തിരികെ പോകുമോ, നീ എന്തിനു വന്നു, നിന്റെ കയ്യിൽ പൈസയുണ്ടോ, നിന്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡുണ്ടോ, നിന്റെ ബാങ്ക് ബാലൻസ് എത്ര, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, പല ചോദ്യങ്ങളും ചോദിക്കും. പക്ഷെ ഈ പെസഹ ആചരിച്ചപ്പോൾ അവിടെ റെഡ് കാർപ്പറ്റ് വിരിക്കപ്പെട്ടു. പ്രൈം മിനിസ്റ്റർ കയറി പോകുന്നത് പോലെ ഒരു എമിഗ്രേഷനും അവിടെ തടഞ്ഞില്ല, ആരും അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല. എൻ്റെ ബ്രൈഡിനുള്ള സ്ഥലമാണ് ഹെവൻലി പ്ലേസ്, അദൃശ്യ ലോകം. നിങ്ങളുടെ പിൻതലമുറക്കാർ നശിപ്പിച്ച ഓൾട്ടറുകൾ ഇന്ന് ഈ മണിക്കൂറുകൾ അവസാനിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ നാമത്തിൽ റീബിൽഡ് ആകും, തീ പിടിക്കും. നിങ്ങളുടെ അരികിലേക്ക് യേശുവിൻ്റെ ശരീരമാകുന്ന അപ്പം വരും, യേശുവിൻ്റെ രക്തമാകുന്ന വീഞ്ഞ് വരും. പാപം എന്തെന്നും, രോഗം എന്തെന്നും, തകർച്ച എന്തെന്നും, മലിനത എന്തെന്നും അറിഞ്ഞിട്ടില്ലാത്ത ദൈവിക ജീൻ മണവാട്ടി എന്നെ പോലാകണമെന്ന് കരുതി മനുഷ്യരെ പോലായി മാറി, വേഷത്തിൽ മനുഷ്യനായി മാറി. എന്തിനു വേണ്ടി? എല്ലാ ആക്സസും നമുക്ക് നൽകാൻ വേണ്ടിയാണ്. എല്ലാ ആക്സസും നമുക്ക് നൽകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ അരികിലേക്ക് ഈ ശരീരവും രക്തവും വരുമ്പോൾ അതെടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങേറ്റ അടികൾക്ക് നന്ദി പറയുന്നു. താങ്ക് യു ഡാഡാ, വി ലവ് യു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തകർക്കപ്പെട്ടതിന് നന്ദി പറയുന്നു. ബന്ധം വിക്ഷേപിച്ചു പോയ മാനവകുലവുമായി ദൈവം ബന്ധപ്പെടാൻ കണക്റ്റിംഗ് പോയിന്റ്സ് കൊടുത്തത് അവരുടെ കയ്യിൽ അത് കമാൻഡ്മെന്റ് ആയിപ്പോയി. കണക്റ്റിംഗ് പോയിന്റുകൾ കമാൻഡ്മെന്റ് ആയി പോയപ്പോൾ പലതും അവസരങ്ങളായി മാറി, പലതും ലൈസൻസായി മാറി. പക്ഷേ യേശു പറഞ്ഞു, എൻ്റെ മണവാട്ടിക്ക് വേണ്ടി ആ കുറവുകൾ തീർക്കാൻ കുറവില്ലാത്ത കുഞ്ഞാടായി ഞാൻ പോകാം. പെസഹ ആചരിക്കുമ്പോൾ ലോക സ്ഥാപനത്തിന് മുൻപേയുള്ള ഓൾട്ടറിലേക്ക് ഇസ്രായേൽ ജനം റീബിൽഡ് ആകുകയായിരുന്നു. 4-5 തലമുറകൾ കൊളാപ്സ് ചെയ്ത ഓൾട്ടറിനെ പെസഹ ആചരിച്ച ഏക പെസഹയാൽ തൻ്റെ കുടുംബത്തിൻ്റെ പാറ്റേൺസിനെ അവർ റീക്രിയേറ്റ് ചെയ്തു.
അദൃശ്യമായി കിടക്കുന്ന ലോകത്തിലുണ്ടായിരുന്ന ഒറിജിനാലിറ്റി, റിയാലിറ്റി, ട്രൂത്ത്. ഇന്ന് നാം ഈ അപ്പവും വീഞ്ഞും കഴിക്കുമ്പോൾ ഇത് വെറും അപ്പവും വീഞ്ഞും മാത്രമല്ല, ഇത് ഓതറൈസേഷൻ ആണ്, എൻട്രി ആണ്. അപ്പവും വീഞ്ഞും കരങ്ങൾ ലഭിച്ചവരെല്ലാം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം. ഇത് ലഭിക്കാൻ ഒരു പച്ച മനുഷ്യൻ അനുഭവിച്ച വേദനയുണ്ട്. നമ്മുടെ കയ്യിൽ ഇത് ലഭിക്കാൻ മരണം അനുഭവിക്കാൻ കഴിയാത്ത ദൈവം മരണം അനുഭവിക്കുന്നയാളായി മാറി. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെ ഒന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെ ഒന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോൽ ആരുമില്ല. യേശുവേ പോലെ, യേശുവേ പോലെ ഇല്ല, എൻ്റെ പ്രിയനെ പോല. യേശു മാത്രം. നന്ദി കർത്താവേ, അങ്ങയുടെ ശരീരത്തിലും രക്തത്തിലുമായി നന്ദി പറയുന്നു. അങ്ങയുടെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ ഞാനും പങ്കാളിയാണെന്ന് ലോകത്തിൽ, ദൃശ്യലോകത്തിൽ ഞങ്ങൾ തെളിയിച്ചവരാണ്. ഇതിൻ്റെ യോഗ്യതയും അയോഗ്യതയും ഞങ്ങൾക്കറിയാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ മകനാക്കി മാറ്റിയതിന് നന്ദി പറയുന്നു. കുറവുള്ള ഞങ്ങൾക്കായി കുറവില്ലാത്ത കുഞ്ഞാടിനെ തന്നതിന് നന്ദി പറയുന്നു. ഇന്നത്തെ കർത്തൃമേശയിൽ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ ഞങ്ങൾ സ്വർഗീയ കുടുംബത്തിൻ്റെ അവകാശിയാകുന്നത് പോലെ, ഒരേ കുടുംബത്തിൻ്റെ ഭാഗമാകുന്നത് പോലെ ഞങ്ങളുടെ ഓൾട്ടറുകളിൽ റീബിൽഡ് ആകട്ടെ. ലെറ്റ് മൈ പീപ്പിൾ ഗോ എന്ന് കേട്ട ശബ്ദം, എൻ്റെ ജനം പോകട്ടെ എന്ന് കേട്ട ശബ്ദം എൻ്റെ ഫ്യൂച്ചറിൽ, എൻ്റെ ഫാമിലി ലൈഫിൽ, എൻ്റെ മിനിസ്ട്രിയിൽ, എൻ്റെ ബിസിനസ്സിൽ ഈ മേശയാൽ ഇന്ന് കേൾക്കപ്പെടട്ടെ. ഓതറൈസ്ഡ് എൻട്രി ഉണ്ടാകട്ടെ. ഒന്നിനും തടയാൻ കഴിയില്ല. ഉയരത്തിനോ ആഴത്തിനോ വാളിനോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും, ഒരു ദുഷ്ടാത്മസേനയ്ക്കും ഒന്നിനും സ്വർഗത്തിലേക്കുള്ള മണവാട്ടിയുടെ പ്രവേശനത്തെ തടുക്കാൻ കഴിയില്ല. എന്നോട് ചേർന്ന് പറഞ്ഞ ഈ ശരീരത്തിന് നന്ദി പറയുന്നപ്പാ. ഞങ്ങൾ ഒരുമിച്ച് ഈ വീഞ്ഞ് കുടിക്കുന്ന നാളുണ്ടെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കണ്ണ് മങ്ങില്ല, ഞങ്ങളുടെ ബലം ക്ഷയിക്കില്ല. ഞങ്ങൾ ജീവന്റെ സമൃദ്ധിയിൽ നടക്കും. ഞങ്ങൾ കൃപമേൽ കൃപ പ്രാപിക്കും. ഞങ്ങൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകും. ഞങ്ങൾ വാട്ടവും ചുളുക്കവും മലിനതയും ഇല്ലാത്ത, കളങ്കമില്ലാത്ത, ശുദ്ധവും ശുഭ്രവുമായ തേജസ്കരിക്കപ്പെട്ട മണവാട്ടിയായി മാറ്റിയതിന് നന്ദി പറയുന്നു. ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷത്തോടെ ഭക്ഷിച്ച് പാനം ചെയ്യും. താങ്ക് യു. യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോലാരും.
വന്ദനം. രണ്ട് കരവുയർത്തി പറഞ്ഞ എൻ്റെ യേശുവിന്റെ മഹത്വം, എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ